എല്ലാ കൂട്ടത്തിലും കാണൂ ഹൈ അലർജിക് ആയിട്ടുള്ള ഒരു ബസ്സാണ്. മതി എന്നാ പണിയെന്നല്ലോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യുകയാണ് ഗൈസ്. നമുക്ക് ഇന്നലെ കിട്ടാത്ത ചെമ്മരിയാടിനെ തേടി നമ്മൾ ഇന്ന് പോകും. സൂപ്പർ സ്റ്റേ. നമുക്കിനി കുറച്ചുകൂടി ഡെസ്റ്റിനേഷൻ കണ്ടു കഴിഞ്ഞാൽ നേരെ കൊടൈ ടൗൺ പിടിക്കാം. പിന്നെ ചായ കുടിക്കണം. പിന്നെന്താ, പിന്നെ വേറെ കുറച്ച് ഇങ്ങനെ പാക്കിങ് പോവുകയാണ്. നമുക്ക് നല്ലൊരു മലയാളി ഡെസ്റ്റിനേഷൻ മൂന്നാൾക്ക് പുട്ട്, ഒരാൾക്ക് പൊറാട്ട, ഒരാൾ ചപ്പാത്തി. എന്താണ് നിങ്ങൾക്ക് ഈ വേളയിൽ സംസാരിക്കാനുള്ളത്? പൂണ്ടി, ചായ, പൊറാട്ട, മലയാളി ചേച്ചിയാണ്. ഇവിടെ നല്ലൊരു ഹോട്ടലാണ്. അതായത് ഭക്ഷണം കഴിച്ചില്ല, കഴിക്കുന്നതിന് മുമ്പ് ആംബിയൻസ് അടിപൊളിയാണ്. ഇത് പിന്നെ ശരിക്കും നമ്മുടെ പ്രൊഫഷണൽ ഫുഡിയാണ്. ഇദ്ദേഹമാണ് നമ്മളുടെ പ്രൊഫഷണൽ ഫുഡി. പക്ഷെ ഒരു പീടിയെ തുറക്കല്ല. പറയണ്ടല്ലേ, പറയണ്ട. അത് ഞങ്ങൾ പറയുന്നില്ല കേട്ടോ. പക്ഷെ ഇവൻ കൂട്ടി പോന്നൊക്കെ പറഞ്ഞാലും ഇവൻ പറയുന്ന തുറന്ന പീടികയിലെ ഭക്ഷണം ജാതി ഭക്ഷണം. ഇൻവെർട്ടർ ഇനി ഭക്ഷണം വരട്ടെ. പേര് പറയുന്നത്? എന്റെ പേര് മരിയ. ചേച്ചിയുടെ നാടേടാ? ഇടുക്കി. മാറ്റി വെച്ചാ ചേച്ചി എത്ര ചേച്ചി ഇവിടെ? 2 വർഷം. ഓക്കെ, താങ്ക് യു. ഞാൻ പൊതുവെ ഫുഡ് പ്രിഫർ ചെയ്യാത്ത മനുഷ്യനാണ്. പക്ഷേ ദിസ് ഇസ് എ നൈസ് ഊതരുതെന്നാണ് ശാസ്ത്രം. ഇപ്പൊ പറയും എല്ലാരും കൂടി ഊതല കുട്ടിയോ. തിന്നാൻ പണിയെന്നല്ലോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രൊഫഷണൽ ഫുഡ് കഴിക്കുന്നു. ആ മോനെ പോലത്തെ ഓ മോനെ അടിപൊളി. ഇദ്ദേഹം പൊറാട്ടയും പൊറാട്ട എങ്ങനെ ഇട്ടല്ലേ? പൊറാട്ടയിൽ ഒരു ബീഫ് ഇങ്ങനെ റോൾ ചെയ്യാം. ബീഫ് നമ്മളെവിടെ എത്തി? ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ടിക്കറ്റ് വാങ്ങി നമ്മൾ എങ്ങോട്ട് പോകുന്നു പറഞ്ഞോടുക്ക്. ഷീപ്പിന്റെ ഫാമിലേക്ക്. ഇന്നലെ വൈകുന്നേരം വന്നതിന് രസം ഉണ്ടാകും. നല്ല രസം ഉണ്ടായി. നല്ല മഞ്ഞയും ഇവിടെ. ഇതിനാ ഇടുവേ? അതിനാ എന്തായാലും ഇടുവേ. ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫുഡി മാത്രമല്ല, പ്രൊഫഷണൽ ട്രാവലർ മാത്രമല്ല, ഒരു പ്രോ സിംഗറും കൂടിയാണ് ഗൈസ്. ഇദ്ദേഹത്തിന്റെ അടുത്ത പാട്ടിന്റെ ഷൂട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വിതച്ച് അമ്പിയായവർ. കൊയങ്ങി ഗൈസ്, കൊയങ്ങി.
ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ടേ ഭയങ്കര തണുപ്പും തണുത്ത കാറ്റും പിന്നെ അലർജിയും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ കൂട്ടത്തിലും കാണും ഹൈ അലർജിക് ആയിട്ടുള്ള ഒരു ബസ്സാണ്. എന്താണ് താങ്കൾക്ക് സംസാരിക്കാനുള്ളത്? എല്ലാം കൂടി എത്ര ഏക്കർ ഉണ്ടാവും എന്റെ അഭിപ്രായം? 900 ഏക്കറാ. എന്റെ ഒരു അഭിപ്രായത്തിലാണ് 1515 ഹായ് സൗണ്ട് ഇല്ലേ? പല ടൈപ്പ് നമ്മൾ എവിടെ എത്തി? പില്ലർ റോക്ക്. അതെ എന്താണെന്ന് എനിക്കറിയില്ല. കാണാം, നല്ല വരിയാണ്. നല്ല ഭയങ്കര രസമാണ്. കുട്ടികളെ പരിചയമാണ്. പില്ലർ റോക്ക് കാണാൻ പോകാൻ പറ. പില്ലർ റോക്ക് ഉണ്ട്. പില്ലർ റോക്ക് കാണിച്ചേ. ഓ നമ്മൾ കൊറേ നേരമായി മല്ലിപ്പൂ തെരഞ്ഞു നടക്കുന്നു അല്ലേ? വണ്ടിയിൽ വെക്കാനൊരു അതെ, വണ്ടിയിൽ വെക്കാൻ ഫൈനലി വാ. ഇത് ഭംഗിയുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഭംഗിയില്ലേ? ഇഷ്ടപ്പെട്ടോ? അടുത്തതായി നമ്മൾ പോകുന്നു സുഭാഷിനെയും കുട്ടേട്ടനെയും കാണാൻ. അത് നമുക്ക് എന്തായിരുന്നു ഒരു ഫോട്ടോ എടുക്കണേ? കുട്ടേട്ടനെ സുഭാഷിനെ തിരക്കില്ലേ? സുഭാഷിന്റെ പേരിലും കുട്ടേട്ടന്റെ പേരിലും നേർച്ച കുറ്റി വെക്കും. അത്രയും ആരാധകരാണ്. അത് നല്ലൊരു പരിപാടിയായിട്ടോ. എന്ത് നാടത്? എന്താ ഇത്? മഴ വരുന്നുണ്ട്. ഇവിടുന്നാണ് മറ്റേ സുഭാഷിനിട്ട് വവ്വാലിട്ട് അലക്കിയ തോന്നുന്നു. നിങ്ങളെ കുഞ്ഞാനും പറ്റില്ല. ഞങ്ങളായടാ അവിടെയാണ് കോട. ഇങ്ങോട്ട് ചേർന്ന് ഇവിടെ ഭയങ്കര വെയിൽ. ഞങ്ങള് ഗുണാക്കയൊക്കെ കഴിഞ്ഞ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ബലൂണ് കണ്ടിട്ട് തോക്ക് കണ്ടിട്ടോ വെടിവെക്കണം. പേടിയാ ഉണ്ടടാ. എങ്ങനെ വലിക്ക് പേടിയാ പോടുന്ന. ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഏതാ പൊട്ടിയെന്ന് അറിയില്ല. ആ പുള്ളില്ലേ? അതന്നെ ഇത്ര തോനെ ബലൂൺ ഉണ്ടായിട്ടൊന്നും പൊട്ടുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പൊട്ടുന്നില്ലേ?
പൊട്ടി പൊട്ടി. ഒന്ന് ഇവിടെ ഒരു യോഗ ഉണ്ടാ. ചെറുപയർ ഉണ്ടാക്കിയ കൊടുത്തില്ല. ഗൈസിംഗ് ആമ്പൂർ ബിരിയാണി എന്ന് കേൾവിപ്പെട്ടിരിക്കയാ. സാപ്പിടതുക്കുതാ വന്നേ ആമ്പൂർ ബിരിയാണി. റോഷൻ ഫുഡി സംസാരിക്കട്ടെ. എപ്പിടി കേരള ബിരിയാണി മതിയല്ല, ഇതിന് ടെക്സ്ചർ വേറൊരു വേറെ തന്നെ ഫ്ലേവർ. അതിൽ ഉള്ളിയൊന്നുമില്ല, ഫ്ലേവേർഡ് റൈസാണ്. നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? അതിന്റെ ടെക്സ്ചർ വേറൊരു രൂപത്തിലാണ് വരുന്നത്. നമ്മളൊരു ഒരു ഹൈദരാബാദ് ബിരിയാണിന്റെ പോലെ അല്ല, കേരള ബിരിയാണി പോലെയും അല്ല. ആമ്പൂർ ബിരിയാണി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ്. ലെറ്റ്സ് എൻഡ് ദിസ്. തമിഴ്നാട്ടിലെ കൊമ്പൈക്കാട് ആട്ടത്. കൊമ്പങ്ങാട് പോയതിന്റെ തമിഴ്നാട് വർഷം അൺപ്ലാനഡ് സിറ്റി. അങ്ങനെ ഈ കഴിക്കുന്ന ഗ്രീൻ പീസോട് കൂടി നമ്മൾ നമ്മുടെ ബ്ലോഗ്